ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ ഞാൻ വന്നു എൻ്റെ വീട്ടിലേക്ക്. ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. ഇന്നലെ മീൻസ് തിങ്കളാഴ്ച വന്നു. ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല രീതിക്ക് തൊണ്ടവേദന ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലിങ്ങനെ എനിക്ക് പനി വരുമോ വരില്ലേ അങ്ങനത്തെ ഒരു തോന്നൽ കേട്ടോ. ചിലപ്പോൾ പനി വരാം. തൊണ്ടവേദന നല്ല രീതിക്ക് ഉണ്ട്. പക്ഷേ ഇപ്പം മരുന്നൊക്കെ കഴിച്ചാൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. രാത്രി ഉറക്കത്തിൽ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തൊണ്ടവേദനയുടെ. പക്ഷേ കാര്യമായിട്ട് ഞാൻ ഇന്നലെ തണുത്തതൊന്നും കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മഴ കൊണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു തൊണ്ടവേദന വന്നു. ഞാൻ ഇവിടെ വന്ന് കുറച്ചിങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷെ പനി വരുമോ എന്നൊരു സംശയം. ഓക്കെ, എനിവേ ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗ്രോസറി ഐറ്റംസൊക്കെ. ഞാനതൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുക ഇന്നലെ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കൈ കടയാതെ ഞാനിങ്ങനെ മാറി പിടിക്കണം കേട്ടോ. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം. തൊണ്ടവേദന ഉണ്ട്, എന്നാലും ബിരിയാണി ഉണ്ടാക്കാനൊരാഗ്രഹം. കാരണം ഇപ്പോൾ തൊണ്ടവേദനയേ ഉള്ളൂ, ചിലപ്പോൾ നാളെ പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പനി വന്ന് എനിക്കങ്ങനെ ബിരിയാണി കഴിക്കണം തോന്നില്ല. ഇപ്പോൾ തൊണ്ടവേദനയല്ലേ ഉള്ളൂ, കുറച്ച് ബിരിയാണിയുടെ കഴിച്ചാൽ ചിലപ്പോൾ മാറിയാലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ വിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയിരുന്ന ബിരിയാണി ഒന്നും എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ചിക്കൻ ബിരിയാണി ഒന്നും എനിക്ക് കറക്റ്റ്, ഞാൻ മുന്നേയും കുറേ ബിരിയാണിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്കിങ്ങനെ പരീക്ഷിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എങ്ങാനും റെഡി ആയാലോ. അപ്പോൾ ഞാൻ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ ചെറുതായിട്ട് ലിപ്പിൻ്റെ ടിൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. ഞാൻ ലിപ് ടിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവനെ കുളിച്ചിട്ടൊന്നുമില്ല, മേലിലേക്ക് കഴുകിയിട്ടുള്ളൂ. അതായത് ഹെയർ വാഷ് ചെയ്തിട്ടില്ല, ബോഡി വാഷ് ചെയ്തു. യെസ്, സോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ സബോളയാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ സബോള മൊത്തം അരിഞ്ഞ് കഴിഞ്ഞു. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഞാൻ കരഞ്ഞില്ല. സാധാരണ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ലോണം ഒലിക്കും കേട്ടോ. പക്ഷെ ഇന്നുണ്ടോ ഇത്രയും സബോള ഞാൻ കരഞ്ഞില്ല. പിന്നെ ഞാൻ എടുത്തത് തക്കാളിയാണ് കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. ഞാനൊരു മീഡിയം സൈസുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി 2 മതിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തപ്പോൾ ഞാൻ പിന്നെ സാലഡിക്ക് മാറ്റി വെച്ചു കേട്ടോ കുറച്ച് തക്കാളി. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് നന്നാക്കി കഴിഞ്ഞു, കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് റൈസ് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി ആൻഡ് ഗീ റൈസാണ്, പ്രീമിയം കൈമ അരി, ജീരകശാല കേട്ടോ. ഇതാ, നമുക്കിനി റൈസിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മളിതാ അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് അരി എടുത്തേക്കണത്. നമ്മൾ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന ഗ്ലാസ്, അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്താൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, അങ്ങനെയാണ് കേട്ടേക്കുന്നത്. 2 അല്ലേ? യെസ്, 2 തോന്നുന്നു. ഓക്കെ, എൻ്റെ ഫേസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, പനി വരുന്നുണ്ട് അതേമേ. ഓക്കെ, അപ്പോൾ നമുക്കിനി വെള്ളം എടുക്കാൻ മുന്നേ അരി കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ അരി എടുത്തിട്ടുണ്ട്. സോ അരി നമുക്ക് കഴുകി വൃത്തിയാക്കാം. അങ്ങനെ നമ്മളിതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തോട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു കേർഡും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ ഫ്രൈ ചെയ്തത്. ഞാനിവിടെ ഒരു സൈഡിൽ ചിക്കൻ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ചിക്കൻ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നമ്മളിതാ ഒണിയൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒണിയൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒണിയൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പം ഞാനൊരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ, ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. മൈക്ക് വെച്ചിട്ടില്ല ഞാൻ. ഓക്കെ, എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾക്ക് കുറച്ച് ഒണിയൻ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ഒണിയൻ ഓൾമോസ്റ്റ് ഒരു ഗോൾഡ് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കുകയാണേ. ഇതേ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ അവിടെ തന്നെ വയ്ക്കുകയാണ് നോക്കിയിട്ട്. ഞാൻ ഇതിന് മുന്നേ പലതവണ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോഴൊന്നും നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടില്ല. അതായത് ആദ്യം ഓണിയൻ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യണ സ്റ്റെപ്പ് ഇട്ടോ. നമ്മൾ ഓണിയൻ
നോർമലി മസാല വഴറ്റുമ്പോൾ ഇടുകയാണ് ചെയ്യാറുള്ളത്. മസാല ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒക്കെ ഇടുമ്പോൾ അപ്പോൾ വഴറ്റുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആഡ് ആക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ബിരിയാണി ഇപ്രാവശ്യം അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സൂക്ഷിച്ച് മാറ്റണം, കാരണം തിളച്ച എണ്ണയാണ്. നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓണിയൻ. എനിക്കിങ്ങനെ ഈ സബോള വഴറ്റിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കിനി ചിക്കൻ പുരട്ടി വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സബോള വഴിച്ച് ആ ഒരു പാനിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ അവിടെ ഒരു സൈഡിൽ ഫ്രൈ ആവുന്നുണ്ട്. അപ്പം ഞാൻ റൈസിൻ്റെ പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ റൈസ് കുറച്ച് എന്താ പറയുക, നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് വഴറ്റിയിട്ട് പിന്നെ അതിൽ റൈസ് ഇടാനുള്ള പ്ലാനാണ്. ഓക്കെ, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ജീരകം, കരയാമ്പൂ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യണത്. അത് ആഡ് ചെയ്യില്ല, എനിക്ക് ഇത് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അരിയാണ് കേട്ടോ, സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. കുറച്ച് വെള്ളമുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. നമ്മളൊരു അരമണിക്കൂറോളം ഈ ഒരു അരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കളഞ്ഞിട്ടാണ് ഇപ്പോൾ റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് എൻ്റേതായ രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര അടിപൊളിയൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഹോട്ടലിൽ കിട്ടുന്ന ബിരിയാണി ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹോട്ടലിൽ എങ്ങനെയാണ് കിട്ടുന്നത് ആ ഒരു ടേസ്റ്റിന് കിട്ടണം. അതിനുള്ള പരീക്ഷണങ്ങളാണ് എൻ്റെ. സോ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന്. കാരണം ഇതിനും നന്നായിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ടാവുക ഉണ്ടാവാനല്ല ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെ കുറേ പേരുണ്ട്. സൗണ്ട് നമുക്കിനി ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അരി നമ്മൾ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെള്ളം ഒഴിക്കാന്ന് വെച്ചിട്ടാണ്. ചിക്കൻ നമ്മളിതാ സെക്കൻഡ് ട്രിപ്പ് ഇടുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അരിയുടെ സ്റ്റവ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു കേട്ടോ. ഈ സ്റ്റവ് വന്നിട്ടുണ്ടെങ്കിൽ 3 ബേണറുള്ള സ്റ്റവ് ആയതുകൊണ്ട് നമുക്ക് അറ്റ് എ ടൈം 3 എണ്ണമൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ 2 എണ്ണമാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സമയം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കറണ്ട് പോയിട്ട്, പക്ഷെ ഇവിടെ ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് മഴ ഉണ്ടെങ്കിൽ നല്ല ചൂടാണ്, പ്രത്യേകിച്ച് അടുപ്പത്ത് എത്തുമ്പോൾ നല്ല ചൂടാണ്. ഇനി ചോറിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 വട്ടമായിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം. അത് ശേഷം പിന്നെ നന്നായിട്ട് ഇതെല്ലാം ഇളക്കി കൊടുത്തു കേട്ടോ. ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ആ ഒരു സ്പൈസസ് ഒക്കെ ഇട്ടതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ വേർത്ത് ഒരു മാതിരിയായി കഴിച്ചു. ഞാൻ വെറുതെ കുളിച്ചു രാവിലെ നേരത്തെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും പോയി കുളിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ട് കണ്ടോ. അറിയില്ല എന്താന്ന്, എക്സോഫാനൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. എൻ്റെ പനിയൊക്കെ പമ്പ കിടക്കും തോന്നുന്നുണ്ട്. ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്ത് വെച്ചോട്ടെ. അപ്പം ഞാൻ കടായി മാറ്റിയിട്ടുണ്ട്, വേറെ കടായി വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ സെയിം നമ്മുടെ ഓയിൽ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം അത് ഒഴിക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു. പിന്നെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ ഓയിൽ ഒഴിക്കാം. ഓയിലല്ല, വെളിച്ചെണ്ണ. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും കേട്ടോ, വെളിച്ചെണ്ണയും ഓയിലും തമ്മിൽ എന്താ വ്യത്യാസം, അതുപോലെ തന്നെ എങ്ങനെ അത് തിരിച്ചറിയാന്നുള്ളതൊക്കെ എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. നമ്മുടെ റൈസ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ അരച്ചിട്ടില്ല, ഒരു
പകുതിയോളം അരച്ചിട്ടുള്ള പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്തു. പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു വഴിച്ച് വന്നപ്പോൾ. അതിനുശേഷം പിന്നെ നമ്മൾ ഓൾറെഡി മുന്നേ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സബോളല്ലേ, അതിട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അത്യാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തോ എനിക്ക് ഇടാൻ തോന്നി, ഇട്ടു. സാധാരണ ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്ക് എന്തോ ഇടാൻ തോന്നിയപ്പോൾ ഇട്ടു. പിന്നെ ഞാൻ അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ കേടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി. നമുക്കിനി വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇളക്കാം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഫൈനലി നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാറ്റി വെച്ചു, നമുക്ക് ദമ്മിടണമല്ലോ. അപ്പോൾ ആദ്യം അതിന് മുന്നേ ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടോ ഗീയിൽ തന്നെ. അതിനുശേഷം പിന്നെ സബോള നമ്മൾ ആദ്യം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിട്ട് വഴറ്റി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ദമ്മിടാൻ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ചിക്കൻ ഇട്ട് കുറച്ച്, പിന്നെ റൈസ് ഇട്ടു, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗീ ഒഴിച്ചു, പിന്നെ ആ ഒരു സബോള ഫ്രൈ ചെയ്തിട്ടു, പിന്നെയും ചിക്കൻ ഇട്ടു, പിന്നെയും റൈസ് ഇട്ടു, പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടം പോലെ ഞാനിങ്ങനെ സ്റ്റെപ്പ് മാറ്റി മാറ്റി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാ ചിക്കനും കൂടി ഇട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട് പിന്നെ ഫ്രൈ ചെയ്ത സബോള ഇട്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ദം ഇട്ടു കേട്ടോ ഒരു 5-10 മിനിറ്റ്. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തു. എനിക്ക് ഇങ്ങനെ വൈറ്റ് റൈസ് കാണുന്നത് വലിയ താല്പര്യമില്ല ബിരിയാണിയിൽ. എനിക്കിങ്ങനെ ബിരിയാണി ചോന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല കളറായിട്ടിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചിലർക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇഷ്ടമാവില്ല കേട്ടോ, പക്ഷേ ചിലർക്ക് ഇങ്ങനെ വൈറ്റ് റൈസ് ആയിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്കിങ്ങനെ ചോന്നിരിക്കുന്ന ബിരിയാണി നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഇതിന് ഞാൻ വോയിസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ മൈക്കിൽ അത് കിട്ടിയിട്ടില്ല തോന്നുന്നു. അങ്ങനെ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡയറ്റാണ്. ഇത്രയും റൈസൊന്നും ഞാൻ സാധാരണ കഴിക്കാറില്ല 2 വീക്സ് ആയിട്ട്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അങ്ങനെ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു കേട്ടോ, ഒന്നും വോയിസിന് കിട്ടിയില്ല. ഫസ്റ്റ് വായ വെച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ആ ഒരു ഹോട്ടലിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റ് കിട്ടിയെന്നല്ല, പക്ഷെ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയുക അതിശയമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും കാലം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാൽ എനിക്ക് അങ്ങനെ ആ ഒരു ടേസ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു ടേസ്റ്റിൻ്റെ സിമിലർ ടേസ്റ്റ് വന്നു. അപ്പം ഞാൻ എന്തായാലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ച് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്തായാലും വരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിക്കുകയാണ്, ഇങ്ങനെ ആസ്വദിച്ച്. ഞാൻ എന്തോ പറയുന്നുണ്ട്, ഒന്നും വോയിസ് കിട്ടിയില്ല കേട്ടോ. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. സാലഡ് വലിയ താല്പര്യമില്ല എനിക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട്, സാലഡും അച്ചാറൊക്കെ. എന്നാലും സാലഡ് കൂട്ടിയിട്ടൊന്നും നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ബിരിയാണിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതേ സെയിം റെസിപ്പി കോപ്പി ചെയ്യണമെന്ന് പറയില്ല, എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുമോ, ചിലപ്പോൾ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിനി ആസ്വദിച്ചങ്ങനെ കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഷോപ്പിൽ കിട്ടുന്ന പോലത്തെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫൈനലി ഞാൻ അങ്ങനെ ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. അതായത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റില്ല, അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഫുള്ളാവണം, കുറച്ചും കൂടി എത്താറുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് അമ്മ പറഞ്ഞ പോലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവും, കാരണം നമ്മളിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലും കളിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് നേരത്തെ പോലെ ഭയങ്കര തൊണ്ടവേദന വരുന്നുണ്ട്, അതുപോലെ തന്നെ ജലദോഷം. ഞാൻ പറഞ്ഞില്ല, പനിയുടെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം ഇന്ന് ബിരിയാണി കഴിച്ചത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല, നാവിൻ്റെ രുചിയൊക്കെ പോയിട്ടുണ്ടോ പനി വന്നു കഴിഞ്ഞാൽ. പനി വരും എന്ന് തോന്നുന്നു, എനിക്ക് നല്ല തോന്നുന്നുണ്ട്, കാരണം ജലദോഷം വന്നു. ഇന്നലെയൊക്കെ തൊണ്ടവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇന്ന് ജലദോഷമായിട്ടുണ്ട്.
അപ്പോൾ ഇനി പതിയെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ ഭയങ്കര തൊണ്ടവേദന പനി വരും. അപ്പം അങ്ങനെ യെസ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. കാരണം എൻ്റെ ബിസിനസ്സിൻ്റെ സാരീസ്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്, വിച്ചുവിൻ്റെ വീട്ടിലാണ്. സോ എനിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകേണ്ടി വരും. ഓർഡേഴ്സൊക്കെ വന്നാൽ പാക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ അങ്ങോട്ട് പോകണം. പിന്നെ ഓർഡേഴ്സ് നമ്മളൊരു ടൈം പീരീഡ് എപ്പോഴും പറയും 10 days. പിന്നെ കുഴപ്പമില്ല, 10 daysനുള്ളിൽ ഡെലിവറി എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. പിന്നെ അർജൻറ്റ് ഓർഡറൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് വരിക തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇന്ന് എന്തായാലും നമുക്ക് 2-3 കൊറിയർ വന്നിട്ടുണ്ട്. നമ്മുടെ സാരി വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്ക്. അതൊക്കെ പോയി എടുക്കണം. പോയി എടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല സാരീസ്, കാരണം ഒരുവിധമുള്ള സാരീസ് അവിടെയാണ്. അപ്പോൾ അവിടേക്ക് തന്നെയാവും കൊണ്ടുവരിക. എന്നിട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് പിന്നെ എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, ഈവനിങ് ഇന്ന് കളരിയുടെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. 5:15 നമ്മളെ ക്ലാസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഗുളിക കഴിച്ച് കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങാമെന്നാണ് കേട്ടോ. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ മെഡിസിൻ കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഭയങ്കര പനിയാണെങ്കിൽ ഞാൻ ക്ലാസ് ക്യാൻസൽ ചെയ്യും. കാരണം ഫുള്ള് ചെറിയ കുട്ടികളാണ് ക്ലാസ്സിന് വരുന്നത്. അപ്പം ഇനി അവർക്കും കൂടി പനി കിട്ടണ്ട. പിന്നെ എനിക്ക് അവിടെ പോയിട്ട് സൗണ്ട് എടുക്കാനോ ക്ലാസ് എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പനി വന്നാൽ. അപ്പോൾ നോക്കിയിട്ട് എല്ലാം ഹെൽത്തും ഓക്കെ ആണെങ്കിൽ ഇന്ന് ഈവനിങ് ക്ലാസ്സിന് പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അങ്ങനെ എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ ബോഡി സമ്മതിക്കുന്നില്ല. എൻ്റെ ബോഡി ഇങ്ങനെ കിടന്നുറങ്ങുന്നിങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ടയേർഡായി തുടങ്ങി. സൗണ്ട്, അതായത് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, തൊണ്ട വേദനിച്ചിട്ടൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉമിനീരിങ്ങനെ ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ റെസ്റ്റ് എടുക്കാം. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ വഴിയെ ബാക്കി വ്ളോഗ്സ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.